സ്വാഗതം വോയിസ് ഓഫ് ആർബിആറിലേക്ക്. കേരളത്തിൽ സർക്കാർ മേഖലയിലും പൊതുമേഖലയിലും ജോലി സ്വപ്നം കാണുന്നവർക്ക് ഇന്ന് സന്തോഷ വാർത്തയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ലിമിറ്റഡായ VISLൽ പുതിയ ജോലി ഒഴിവുകളും കേരള കാഷ്യൂ ബോർഡിലും മികച്ച തൊഴിലവസരങ്ങളും എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഓരോ ഒഴിവിൻ്റെയും വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കേണ്ട രീതി, അവസാന തീയതി, ഔദ്യോഗിക അപേക്ഷാ ലിങ്ക് എന്നിവ വളരെ ലളിതമായി വിശദീകരിക്കുന്നതാണ്. VISLലേക്കുള്ള ചില ഒഴിവുകൾ CMD മുഖേനയാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. അതുപോലെ കേരള കാഷ്യൂ ബോർഡിലും വിവിധ തസ്തികകളിലേക്ക് നിയമന നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനാൽ ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ ജോലി ഏതാണെന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ വ്യക്തമായി മനസ്സിലാകും. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ ജോലി വാർത്തകൾ ദിവസവും ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൻ അമർത്തൂ. ഈ വീഡിയോ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നിർബന്ധമായും ഷെയർ ചെയ്യൂ. അപ്പോൾ സമയം കളയാതെ ഇന്നത്തെ ജോലി വിശേഷങ്ങളിലേക്ക് കടക്കാം. 1. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ജോലി നേടാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ലിമിറ്റഡ് VISLൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യതാ മാനദണ്ഡങ്ങൾ: വിദ്യാഭ്യാസ യോഗ്യത, ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രശസ്ത സ്വകാര്യ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 2 വർഷത്തെ പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 35 വയസ്സ്. 2026 ജൂൺ 1 പ്രായം കണക്കാക്കുന്നത്. പ്രായ ഇളവ് സർക്കാർ ചട്ടപ്രകാരം SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. ജോലി ഉത്തരവാദിത്തങ്ങൾ: മാനേജിംഗ് ഡയറക്ടർ നൽകുന്ന വിവിധ ജോലികൾ കൈകാര്യം ചെയ്യുക, മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യുക, അജണ്ട തയ്യാറാക്കുക, ഔദ്യോഗിക കത്തുകൾ ഡ്രാഫ്റ്റ് ചെയ്യുക, ഡോക്യുമെന്റുകളും പവർ പോയിന്റ് പ്രസന്റേഷനുകളും തയ്യാറാക്കുക, യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക, ഫോൺ കോളുകളും അന്വേഷണങ്ങളും സ്വീകരിച്ച് ഉചിതമായി കൈകാര്യം ചെയ്യുക, ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഗവേഷണ ജോലികൾ ചെയ്യുക, സർക്കാർ വകുപ്പുകളുമായി ഏകോപിപ്പിക്കുക, ഇംഗ്ലീഷിലും മലയാളത്തിലും ആശയവിനിമയ ശേഷി ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷിക്കുന്നതിനുള്ള രീതി: CMDയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൽ നൽകിയിരിക്കുന്ന ഓൺലൈൻ അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ എല്ലാ വിവരങ്ങളും കൃത്യമായി പൂരിപ്പിക്കുക. ഫോട്ടോയും ഒപ്പം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ 200 KB-യിൽ താഴെ JPG ഫോർമാറ്റിൽ, ഒപ്പ് 50 KB-യിൽ താഴെ JPG ഫോർമാറ്റിൽ. വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, പ്രവൃത്തിപരിചയ സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യുക. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നൽകിയ എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ: അപേക്ഷകർ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അപേക്ഷ ഓൺലൈനായി മാത്രം സ്വീകരിക്കുന്നതാണ്. മറ്റ് മാർഗങ്ങളിലൂടെയുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അപേക്ഷാ ഫോമിൽ നൽകുന്ന വിവരങ്ങൾ തെറ്റോ അപൂർണമോ ആണെങ്കിൽ അപേക്ഷ റദ്ദാക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കാൻ മാർക്ക് ലിസ്റ്റോ കൺസോൾഡേറ്റർ മാർക്ക് ലിസ്റ്റോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകാര്യമാകൂ. പ്രവൃത്തി പരിചയം തെളിയിക്കാൻ അപ്പോയിന്റ്മെന്റ് ലെറ്ററോ ശമ്പള സർട്ടിഫിക്കറ്റോ മതിയാകില്ല. ജോലിയിൽ ചേർന്ന തീയതി, വിട്ട തീയതി, ചുമതലകൾ, ഒപ്പ്, സീൽ എന്നിവ വ്യക്തമാക്കി ഔദ്യോഗിക പരിചയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. പരിചയവും പ്രായവും 2026 ജൂൺ 1 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇമെയിൽ അല്ലെങ്കിൽ SMS മുഖേന അറിയിപ്പ് നൽകുകയുള്ളൂ. അപേക്ഷാ സമയത്ത് സാധുവായ ഇമെയിൽ ID-യും മൊബൈൽ നമ്പറും നൽകേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ: അപേക്ഷകളുടെ സ്ക്രീനിംഗ്, എഴുത്തുപരീക്ഷ, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ്, പ്രൊഫഷൻസി ടെസ്റ്റ്, ഇന്റർവ്യൂ ഇവയിൽ ഏതെങ്കിലും കോമ്പിനേഷനിൽ തിരഞ്ഞെടുപ്പ് നടത്താം. സഹായത്തിനായി: ഓൺലൈൻ അപേക്ഷ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ബന്ധപ്പെടാം. ഫോൺ നമ്പർ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. പ്രധാന ലിങ്കുകളും കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള ലിങ്കുകൾ. 2. കേരള കാഷ്യൂ ബോർഡിൽ ജോലി നേടാം. കേരള സർക്കാർ സ്ഥാപനമായ കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡ് വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. മാനേജർ, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMDയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ നൽകാം. മാനേജർ യോഗ്യത:
MBA മാർക്കറ്റിംഗ്, MBA അഗ്രി ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ തത്തുല്യ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. പോക്കുമെന്റ് മേഖലയിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. മാർക്കറ്റിംഗ് രംഗത്തെ പരിചയം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പോർക്കുമെന്റിലോ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് MS ഓഫീസ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, AI ടൂൾസ് എന്നിവയിൽ പ്രാവീണ്യമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലും മികച്ച ആശയവിനിമയ കഴിവ് നിർബന്ധമാണ്. പ്രായപരിധി 2026 ജൂലൈ 1 40 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 45,000 ഏകീകൃത ശമ്പളം ലഭിക്കും. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് യോഗ്യത BCom, BBA അല്ലെങ്കിൽ BBM ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ജനറൽ അഡ്മിനിസ്ട്രേഷൻ, സർക്കാർ ഫയൽ സംവിധാനം, MS ഓഫീസ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, AI ടൂൾസ് തുടങ്ങിയ മേഖലകളിൽ 3 മുതൽ 4 വർഷം വരെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. മികച്ച കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഓഫീസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഈ തസ്തികയ്ക്ക് ആവശ്യമാണ്. പ്രായപരിധി 2026 ജൂലൈ 1 30 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 25,000 രൂപ ഏകീകൃത ശമ്പളം ലഭിക്കും. തെരഞ്ഞെടുപ്പ് രീതി: അപേക്ഷകളുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ അഭിമുഖത്തിന് വിളിക്കും. ആവശ്യമെങ്കിൽ എഴുത്തുപരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങിയ അധിക തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളും ഉൾപ്പെടുത്താൻ CMDക്ക് അധികാരമുണ്ട്. അപേക്ഷിക്കേണ്ട വിധം: അപേക്ഷകൾ ഓൺലൈൻ വഴി മാത്രം സമർപ്പിക്കണം. അപേക്ഷ ആരംഭിക്കുന്നത് 2026 ജൂലൈ 8 രാവിലെ 10 മണി. അവസാന തീയതി 2026 ജൂലൈ 17 വൈകിട്ട് 5 മണി. അപേക്ഷ സമർപ്പിക്കുമ്പോൾ പുതുക്കിയ CV, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒപ്പ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയ്ക്കും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക.